ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ എന്നോടൊരു വൈകുന്നേരം 4 മണി പലഹാരമാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതും വെറും അവിൽ വെച്ചിട്ടാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അവിലൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ ഹൽവയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത്. അപ്പോൾ നമ്മളൊരു വേറൊരു ടൈപ്പ് ഹൽവ, അവിൽ വെച്ചിട്ട് ഒരു ഹൽവ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് വീഡിയോയിലേക്ക് പോവാം. ഞാൻ അതിന് ഒരു 2 കപ്പോളം നമുക്ക് നാളികേരപ്പാലാണ് വേണ്ടത് കേട്ടോ. അതിന് നാളികേരം നമ്മൾ ചിരവിയിട്ടൊന്നും ഇതുപോലെ ചിരവി പിഴിഞ്ഞ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനത് പണ്ടത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ നാളികേരം കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പായസം എന്നല്ല, അലുവ അല്ല, പായസമോ എന്ത് തരം ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ നാളികേരപ്പാലുകൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നാളികേരപ്പാൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഈ നാളികേരമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മുറിയോളം ഞാൻ ഇത് നാളികേരം ഒരു മുറിയും കുറച്ചും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ നാളികേരം ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ചേ നാളികേരമുള്ളൂ എന്ന്. പക്ഷേ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അരച്ചാൽ നന്നായി പാല് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കണ്ട ഒരു മുറി ഞാൻ കംപ്ലീറ്റ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ മുറി ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നന്നായി നാളികേരപ്പാൽ വേണം. ഈ നാളികേരപ്പാൽ അവിൽ കിടന്ന് വേവണം, അത്ര നാളികേരപ്പാൽ വേണം. അതിന് വേണ്ടിയിട്ട് ഒരു 1.5 മുറി ഓളം ഞാൻ നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ കട്ട് ചെയ്തിട്ട് ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാൻ പോവുകയാണ്. എന്നിട്ട് അത് നന്നായി അടിച്ചെടുക്കണം. കുറച്ച് ചൂടുവെള്ളം ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇത് അടിക്കാൻ പാടില്ല. ഇത് ആദ്യം തന്നെ ഒന്ന് കറക്കിയെടുക്കണം. അപ്പോൾ ഒന്ന് കറക്കിയെടുക്കുമ്പോൾ ഇതെല്ലാം ഒന്ന് നൈസായിട്ട് നമ്മൾ ചിരവിയ പോലെ ആയി കിട്ടും. എന്നിട്ട് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത 2 കപ്പോളം നാളികേരപ്പാൽ ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1-ാം പാൽ 2-ാം പാലൊന്നും സെപ്പറേറ്റ് ആക്കണ്ട, ഒറ്റ പാൽ തന്നെ ഞാനിവിടെ എടുത്ത് വെച്ച്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1.5 കപ്പ് അവിലാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഈ അവിലൊന്ന് ജസ്റ്റ് ഒന്ന് പാനിൽ വെച്ച് ഒന്ന് ചൂടാക്കിയിട്ട് അതൊന്ന് നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടുന്ന രൂപത്തിൽ ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണേ. ഇതുപോലെ കൈ വെച്ചാൽ ഒന്ന് പൊട്ടി വരണം. അപ്പം നമ്മളെല്ലാം ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് നന്നായി പൊടിച്ചെടുക്കുന്നുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. നല്ല നൈസ് പൊടി തന്നെ ആയിക്കോട്ടെ. പൊടിച്ചെടുത്തിട്ട് ഇനിയാണ് നമുക്കിത് ഇത് ഞാൻ പൊടിച്ചെടുത്തിട്ട് നല്ല നൈസായിട്ടുണ്ട്. ഇനി നമുക്ക് നാളികേരപ്പാൽ ഒരു 1.5 കപ്പോളം നാളികേരപ്പാൽ, നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ തന്നെയാണ്, അതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ അവിലും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ നാളികേരപ്പാലിൽ ഈ അവിലൊക്കെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരും. അവിലായതുകൊണ്ട് നന്നായി പെട്ടെന്ന് തന്നെ കുറുകി വരും. അപ്പോൾ നാളികേരപ്പാൽ അവിലിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ വേണം. ഞാൻ ഇത് ഒരുപാട് നേരം വീഡിയോ എടുക്കായിട്ട് കേട്ടോ ഇതുപോലെ ആയത്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ തന്നെ നാളികേരപ്പാലിൽ ഈ അവിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരും. അത് കഴിഞ്ഞാൽ പിന്നെ ആവശ്യത്തിന് ശർക്കര മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് അരിച്ചൊഴിക്കണം. അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഞാനിവിടെ കറക്റ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒരു കണ്ടെയ്നറിലാക്കി വെച്ചുകൊണ്ട് ഇതിലേക്ക് ഞാൻ ആവശ്യമുള്ള കുറേശ്ശെ ശർക്കര ഒഴിച്ച് ഇതിലേക്ക് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് ഏലക്കാപ്പൊടിയാണ്. അപ്പോൾ ഏലക്കാപ്പൊടി പൊടിച്ച് വെച്ചത് അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിൽ കിടന്നിട്ട് ഒന്ന് നന്നായി വരട്ടിയെടുക്കണം. അപ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടി ശർക്കര ഇതിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. മധുരത്തിന് ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ശർക്കര ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അവിലായതുകൊണ്ട് ഈ നമ്മൾ ഒഴിച്ച നാളികേരപ്പാൽ പെട്ടെന്ന് തന്നെ നമ്മൾ വറ്റി വരുന്നതായി കാണാം കേട്ടോ. പിന്നെ നമ്മൾ ശർക്കരയൊക്കെ ആണെങ്കിൽ ഒരു 3 അണി ശർക്കരയൊക്കെ ആദ്യം നമ്മൾ ഉരുക്കിയിട്ട് എടുത്തിട്ട് ശർക്കര എടുത്ത് നോക്കുക. പിന്നെ മധുരം കൂടുതലൊക്കെ വേണ്ടവർക്ക് ഒരു 4 അണി ശർക്കരയെങ്കിലും ഉരുക്കിയിട്ട് ഒന്ന് അരിച്ച് ഒഴിക്കാൻ നോക്കുക. അപ്പം ഞാൻ ശർക്കര ഇവിടെ അരിച്ച് ഒഴിച്ച് വെച്ചതായതുകൊണ്ട് ഞാൻ അതുപോലെ തന്നെ കുറേശ്ശെയായിട്ട് ശർക്കര ഒഴിച്ച് നമ്മൾ മധുരത്തിനനുസരിച്ചിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഒരു നുള്ളു ഉപ്പ്, നമ്മൾ ഒന്ന് മധുരം ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് മാത്രം ഇതിലേക്ക് ഇട്ട് കട്ടിയായി വരും. ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിലാവും. അപ്പോൾ നമുക്ക് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യൊന്നും ഒഴിക്കാതെ തന്നെ ഇതെടുക്കാം. ഞാനിവിടെ കുറച്ച് നെയ്യൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. മക്കൾക്ക് കഴിക്കാനായതുകൊണ്ട് കുറച്ച് നെയ്യ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റ്, കുട്ടികൾക്കൊക്കെ നെയ്യിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാവും. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യൊക്കെ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഈ കുറച്ചും കൂടി ശർക്കര അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മെൽറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി മധുരം ഇതിലേക്ക് ആവശ്യമായി തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ ഞാൻ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഗ്യാസ് ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഹൽവ, നല്ലൊരു രുചിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മൾ
അവിലോണ്ട് വെച്ചിട്ടുള്ള ഹൽവയാണെന്ന് മനസ്സിലാവുകയില്ല, അത്രയും രുചി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഒരു സ്പൂണും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നെയ്യ് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ഇതിലേക്ക്. ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ, അതുപോലെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുമ്പോഴേക്ക് ഇതിങ്ങനെ കുറുകി ഈ മാവ് ഇതുപോലെ കട്ടിയിട്ട് വരും. പിന്നെ ഞാൻ ഒരു സ്പൂണും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. മക്കൾക്ക് നെയ്യൊക്കെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട മക്കളാണെങ്കിൽ നല്ല ഇത് കഴിച്ചോളൂ കേട്ടോ. അങ്ങനെ കുറച്ച് ബദം ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ബദോ അണ്ടിപ്പരിപ്പോ എന്ത് വേണമെങ്കിലും ഇത് എടുത്തിടാം. പക്ഷെ ഞാൻ കുറച്ച് ബദം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കും, നല്ല ടേസ്റ്റ് ആട്ടോ അത് കഴിക്കുമ്പോൾ. അപ്പോൾ ബദം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് ഞാൻ ലേശം കൂടി ശർക്കര ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട്, ഇവിടെ നല്ല മധുരം വേണം കേട്ടോ, എല്ലാവർക്കും മധുരം ഇഷ്ടമാണ്. അപ്പം നല്ലോണം മധുരം വേണം ഇവിടെ. പിന്നെ ഞാൻ വെളുത്ത എള്ളാണ് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം നട്ട്സും എള്ളൊക്കെ ഇട്ട് കൊടുത്താൽ മതി. വെളുത്ത എള്ള് എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് കിട്ടുമ്പോൾ നല്ലൊരു രസമാണ്. ഈ എള്ളൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. വെളുത്ത എള്ളൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് വെളുത്ത എള്ളൊക്കെ വെച്ച് അണ്ടിപ്പരിപ്പൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഞാൻ ഈ പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ച് കട്ടിയായിട്ടുള്ള ഇതിലാണ്. അപ്പോൾ ഞാൻ എടുക്കുമ്പോഴേക്ക് കുറച്ച് തണുത്ത് പോയിട്ടോ, കുറച്ച് ടൈം എടുത്തു പോയി, അതാണ് കുറച്ചും കൂടി ഇങ്ങനെ കട്ട് ചെയ്ത്. എന്നിട്ട് മുകളിൽ ലെവൽ ചെയ്തിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തട്ടി എടുക്കാം. കണ്ടോ, തട്ടിയെടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ട് ഇത് കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതുപോലെ ഞാനൊരു ബൗളിലേക്കും ഇതുപോലെ ഞാൻ വെച്ചിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതും ഇതുപോലെ ബൗളിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അവിലൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അവിലിൻ്റെ ടേസ്റ്റ് ഒന്നുമല്ല കേട്ടോ ഇതുണ്ടാവുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നാളികേരപ്പാലൊക്കെ നല്ല ഒരു കപ്പ് അവിലിന് നിങ്ങൾ ഒരു 1.5 കപ്പോളം നാളികേരപ്പാൽ എടുക്കണം കേട്ടോ. നാളികേരപ്പാലിൽ കുറുക്കിയെടുക്കണം ഇത്, എന്നാലേ ഈ അവിൽ നന്നായിട്ട് സോഫ്റ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ റഫായി പോവും. അപ്പോൾ അത് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ ഒരു ചെറിയൊരു പാത്രത്തിൽ ഇതിൽ മോൾഡ് വെച്ചിട്ട് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.